ഹലോ മൈ മാജിക്കൽ ലിറ്റിൽ ഫ്രണ്ട്. സാന്താക്ലോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സാന്താക്ലോസിനോടൊപ്പം ഓടിപ്പറക്കുന്ന മാനുകൾ എങ്ങനെയാണ് കഥയായി പിറന്നത്? ഇതിന്റെ പിന്നിൽ വളരെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. മഞ്ഞു പൊഴിയും നാട്ടിലെ വണ്ടി വലിക്കുന്ന മൃഗങ്ങൾ. വളരെ പഴയ കാലത്ത് മഞ്ഞ് നിറഞ്ഞ ഉത്തര യൂറോപ്പിൽ മാൻ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മഞ്ഞിൽ വണ്ടി വലിക്കാൻ ഏറ്റവും ശക്തിയും വേഗവുമുള്ള മൃഗം മാൻ തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ക്രിസ്മസ് കഥകളിൽ മാനുകളെ വണ്ടി വലിക്കുന്ന മാജിക് ജീവികൾ എന്ന് പറഞ്ഞു. സാന്താക്ലോസിന്റെ വണ്ടി ആദ്യം ഭൂമിയിൽ മാത്രമായിരുന്നു. ആദ്യം വന്ന കഥകളിൽ സാന്താക്ലോസ് മാൻ വലിക്കുന്ന ഒരു സാധാരണ സ്ലൈഡിൽ യാത്ര ചെയ്തിരുന്നു. അത് ആകാശത്ത് പറന്നിരുന്നില്ല, വെറും മഞ്ഞിൽ വഴുതിപ്പോകുന്ന ഒരു കാറ് മാത്രമായിരുന്നു. ഈ പറക്കുന്ന മാനുകൾ ജനിച്ചത് ഒരു കവിതയിലൂടെയാണ്. 1823 എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ് അഥവാ ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന പ്രശസ്ത കവിത പുറത്തു വന്നു. കവിതയിൽ ആദ്യമായി എഴുതിയിരുന്നത് സാന്താക്ലോസിന്റെ സ്ലൈഡിനെ 8 മാനുകൾ വലിച്ച് ആകാശത്ത് പറക്കുന്നുവെന്നാണ്. അവരുടെ പേര് ഡാഷർ, ഡാൻസർ, പ്രാൻസർ, വിക്സൺ, കമറ്റ്, ക്യൂപിഡ്, ഡോണർ, ബ്ലിറ്റ്സൺ. ഈ കവിത ലോകമെമ്പാടും പടർന്നു. അന്നു മുതൽ സാന്താക്ലോസിന്റെ മാനുകൾ പറക്കുമെന്ന വിശ്വാസം ഉറപ്പായി.